സർ, 25 വർഷമായിട്ട് ഗ്രേപ്സ് ഇൻഡസ്ട്രിയിലുണ്ട്. എന്നാൽ എന്തിൻ്റെ ബേസിസിലാണ് ഗ്രേപ്സ് ഇൻഡസ്ട്രി ലീഡർഷിപ്പ് ക്ലെയിം ചെയ്യുന്നത്? പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിംഗ് ആണ് മിക്ക സന്ദർഭങ്ങളിലും കണ്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ലീഡർഷിപ്പ് എന്ന് പറയാനായിട്ടുള്ള ക്രൈറ്റീരിയ? അതിനെ ഗ്രേപ്സ് എങ്ങനെയാണ് കാണുന്നത്? താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നല്ല ചോദ്യം. നമ്മൾ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി ലീഡർ ആകുന്നതിന് ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പറ്റും. അപ്പോഴാണ് ഗ്രേപ്സ് ഇൻഡസ്ട്രി ലീഡർ ആണോ അല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നത്. ഒന്ന്, നമുക്ക് ഇൻഡസ്ട്രിയിൽ മുൻകാലങ്ങളിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ റീബിൽഡ് ചെയ്യുന്ന കമ്പനികളുണ്ട്. ഞങ്ങളുടെ കയ്യിലും ആ സൊല്യൂഷൻ ഉണ്ടെന്ന് പറയത്തക്ക വിധത്തിൽ. അതർവൈസ് ഇൻഡസ്ട്രിയിൽ ഹോസ്പിറ്റൽസിൻ്റെ സൊല്യൂഷൻസ് ഉണ്ടാക്കുമ്പോൾ ആ ഹോസ്പിറ്റൽ സൊല്യൂഷൻ സോഫ്റ്റ്വെയറുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഹോസ്പിറ്റൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളുടെ സൊല്യൂഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. ഹോസ്പിറ്റൽ ഇന്ന് വരെ ആ മേഖലയിൽ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടില്ലാത്തത് കൊണ്ട് ആ ഒരു പ്രത്യേക ഏരിയയിൽ ഒരു പ്രോബ്ലം ഹോസ്പിറ്റൽ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഫേസ് ചെയ്യുന്ന ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൊഡ്യൂൾ ഉണ്ടാക്കുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 108 മൊഡ്യൂളുള്ള ഇൻഡസ്ട്രിയിലെ ബെസ്റ്റ് സോഫ്റ്റ്വെയർ ഫോർ ഹോസ്പിറ്റൽസ് എന്ന് വിളിക്കാവുന്നത് ഗ്രേപ്സ് തന്നെയാണ്. ദ ടോപ്പ് 10 ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ പോലും ഒരു 20-30 സൊല്യൂഷൻസ് മൊഡ്യൂൾസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. നമ്മളൊരു ഹോസ്പിറ്റലിൻ്റെ A to Z സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പല ഇന്നവേഷൻസും, അത് പേഷ്യൻ്റ് ഫ്രണ്ട്ലിനെസ് വേണ്ടിയിട്ടും പേഷ്യൻ്റ് ക്യൂ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടായാലും ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിന് വേണ്ടിയിട്ടാണെങ്കിലും ഓർ ഇലക്ട്രോണിക് ഹെൽത്ത് സമ്മറീസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും ഇലക്ട്രോണിക് പ്രിസ്ക്രിപ്ഷൻസിന് വേണ്ടിയിട്ടാണെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എനേബിൾഡ് ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റം ഫോർ ഹെൽത്ത് കെയറിനാണെങ്കിലും നമ്മൾ നടത്തിയിട്ടുള്ള ഇന്നവേഷൻസ് ഇന്ന് ധാരാളം കമ്പനികൾ അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ ഇന്നവേഷൻസിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഒരാൾ മുൻപ് ആരും ചെയ്യാൻ മെനക്കെടാൻ തയ്യാറാകാത്ത മേഖലകളിലേക്ക് ഇറങ്ങി തിരിച്ച് അത് ചെയ്യുകയും മറ്റുള്ളവർ അതിനെ കോപ്പി ചെയ്യുകയും ചെയ്താൽ നമുക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ലീഡർ എന്ന് വിളിക്കാം. അപ്പം നമുക്ക് നോക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഏതൊരു കമ്പനി ആയാലും അവർ ഈ ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ കേസിൽ ഡിജിറ്റൽ മെഡിക്കൽ റെക്കോർഡ്സ് എന്നതുപോലെ വേൾഡിലെ ദ ബെസ്റ്റ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന തലത്തിലേക്ക് പോകത്തക്ക വിധത്തിൽ നമ്മൾ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടേ ഇരിക്കുന്നുണ്ട്. സിംപ്ലി ചിലപ്പം ലീഡർഷിപ്പ് നമുക്ക് ഉണ്ടാവാം ആ മേഖലയിൽ നോക്കുമ്പോൾ.